ഉള്ളത് എവിടെയെന്ന് അറിയാം, കാർ ഓപ്ഷനിലാണ്. കണ്ടില്ലേ, കാറുകൾ, അമേരിക്കൻ കാർ ഓപ്ഷൻസ്. ഓക്കെ, ചെറിയ ചെറിയ ആക്സിഡൻ്റൽ കാറുകൾ. ഓക്കെ, അതിവിടെ ഓപ്ഷനിൽ പോകുന്ന ഓപ്ഷൻ സെൻറ്ററിലാണ്. ഇവരെല്ലാവിധ ചെറിയ ബഡ്ജറ്റിലുള്ള കാർ തൊട്ടിട്ട് ലക്ഷറി പ്രീമിയം കാർസ് വരെ ഇവിടെ കിട്ടും കേട്ടോ. ഏറ്റവും ചെറിയ പ്രൈസിലാണ് ഇത് കിട്ടുക. എന്തുകൊണ്ടെന്ന് വെച്ചാൽ രണ്ട് കാര്യങ്ങൾ: സ്പെസിഫിക്കേഷൻ അമേരിക്കൻ സ്പെക്കാണ്. ഓക്കെ, GCC സ്പെക്കല്ല. അത് തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ, അമേരിക്കൻ സ്പെക്ക് എന്ന് വെച്ചാൽ എന്താ പറയുക, നോർമലി അറിയില്ല, ഇവിടുത്തെ പോലെ GCC കൺട്രികളിൽ പോലെ അമേരിക്കയിൽ ആക്സിഡൻ്റ് ആയി കഴിഞ്ഞാൽ ആ വണ്ടി ഗ്യാരേജിൽ കൊണ്ടുപോകില്ല, റിപ്പയർ ചെയ്യില്ല. അതിന് പകരം ഇൻഷുറൻസ് കമ്പനി തന്നെ ആ വണ്ടി തിരിച്ചെടുത്തിട്ട് ഇൻ്റർനാഷണൽ ഓപ്ഷൻ കോപ്പാട്ടത്തിലിട്ടിട്ട് വണ്ടി GCC കൺട്രികളിലേക്ക് അയക്കും. ഓക്കെ, അപ്പോൾ രണ്ട് വിധത്തിൽ ആളുകൾ ഇവിടെ ഇത് ചെയ്യുന്നുണ്ട്. ഒന്ന് ഡയറക്റ്റ് US അമേരിക്കയിൽ നിന്ന് ഓൺലൈൻ ഓപ്ഷൻ വഴി വണ്ടികൾ ഇറക്കും. രണ്ടാമത് ഇവിടുത്തെ ലോക്കൽ കുറച്ച് ഓപ്ഷൻസ് ഉണ്ട്, മെയിനായിട്ട് ഷാർജയിലുള്ളത്. അപ്പോൾ ഞാനിവിടെ സ്ഥിരം വിസിറ്റ് ചെയ്യാറുണ്ട്, ഞാൻ വണ്ടികൾ എടുക്കാറുണ്ട്. അപ്പോൾ 1-2 ആഴ്ചയായിട്ട് ഞാൻ ഓപ്ഷൻ വന്നിട്ടുണ്ടായിരുന്നില്ല, ഇപ്പോൾ ഇന്ന് ഇവിടെ വന്നിട്ടുണ്ട്. ഒരുപാട് വണ്ടികളുണ്ട് കേട്ടോ. പറഞ്ഞ പോലെ ഇത് വണ്ടി ഇവിടെ ജസ്റ്റ് ചുമ്മാ ഒരാൾ ഫസ്റ്റുള്ള ഓപ്ഷൻ വരുന്ന ഒരാൾക്ക് ഇവിടുന്ന് ജസ്റ്റ് ഒരു വണ്ടി നോക്കി കഴിഞ്ഞാൽ അവർക്ക് നല്ല എന്താ പറയുക പണി കിട്ടും. ഓക്കെ, നന്നായിട്ട് വണ്ടി നോക്കാൻ അറിയുന്നവർ വന്നിട്ട് വണ്ടിയുടെ ആക്സിഡൻറ്റ് നോക്കി, വണ്ടിയുടെ ആക്സിഡൻറ്റ് ഹിസ്റ്ററി നോക്കി, അത് ഇൻസ്പെക്റ്റ് ചെയ്തിട്ട് ഫുള്ളായിട്ട് ചെക്ക് ചെയ്തിട്ട് ഒക്കെയുള്ള വണ്ടി എടുക്കാൻ പറ്റുക. ഓക്കെ, ജസ്റ്റ് നമുക്ക് വണ്ടി ഇങ്ങനെ കണ്ട് റേറ്റിന് എടുക്കാൻ പറ്റുന്നല്ല കേട്ടോ. ഇവിടെ വണ്ടി ഈ യാർഡിന് നേരെ പോകുന്ന ഇവർക്ക് ഇവിടെ തന്നെ ഒരു ഓപ്ഷൻ സെൻറ്റർ ഉണ്ട്. അതിൻ്റെ ഓപ്ഷൻ പോയിന്റിൽ പോയിട്ട് നമുക്ക് വണ്ടി വിളിച്ചെടുക്കാം. നമ്മുടെ നാട്ടിലറിയാലോ ലേലത്തിന്, അതുപോലെ വണ്ടി വിളിച്ചെടുക്കാം. ഓക്കെ, അപ്പോൾ ഈ പറയുന്ന പോലെ നല്ല അറിയുന്നവർക്ക് ആ വണ്ടിയുടെ ഫുള്ളായിട്ട് ഇൻസ്പെക്റ്റ് ചെയ്തിട്ട് അതിനൊരു ബഡ്ജറ്റ് ഇട്ടിട്ട് അതിൻ്റെ റിപ്പയറിങ് കോസ്റ്റ് നോക്കിയിട്ട് അതിൻ്റെ പാർട്സിൻ്റെ റേറ്റൊക്കെ നോക്കിയിട്ട് ഈ വണ്ടി എടുത്ത് പണി ചെയ്തിട്ട് യൂസ് ചെയ്യാൻ ബെറ്ററാണ് കേട്ടോ. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഒരു GCC ഇവിടുത്തെ എന്താ പറയുക ലോക്കൽ സ്പെക്ക് നമുക്കൊരു 2020-21 ഇപ്പോൾ ഒരു ജർമ്മൻ ഇതിലേക്ക് പോയി കഴിഞ്ഞാൽ മെഴ്സിഡസോ ഓഡിയോ അല്ലെങ്കിൽ ഒരു റേഞ്ച് റോവറോ ഡബിൾ അതിൻ്റെ പകുതി വിലക്ക് നമുക്ക് അമേരിക്കൻ വണ്ടി കിട്ടും. ഓക്കെ, 2021-22 മിനിമം 100,000-150,000 വരുന്ന വണ്ടികൾ ആ സെയിം ഇയർ വരുന്നത് നമുക്കിവിടെ കിട്ടുന്നത് മാക്സിമം 50, 55, 60. ഒരു 10,000 15,000 10,000 അല്ലെങ്കിൽ ഒരു മാക്സിമം 10,000 അതിന് സ്പെൻഡ് ചെയ്തിട്ട് ആ വണ്ടി റിപ്പയർ ചെയ്തിട്ട് അത് യൂസ് ചെയ്യണമെങ്കിൽ ഉണ്ടല്ലോ, നമുക്കിപ്പോൾ ഇത് ഉരച്ചു നോക്കിയാൽ അത് അറിയാനൊന്നും പറ്റില്ല അത് അമേരിക്കനാണോ അല്ലെങ്കിൽ ഇത് GCC ആണോ എന്ന്. പിന്നെ വണ്ടികളൊക്കെ സെയിം തന്നെ, വ്യത്യാസമൊന്നും വരുന്നില്ല. ഓക്കെ, പിന്നെ എൻ്റെ ഒരു എക്സ്പീരിയൻസിൽ ഞാനൊരു 4-5 വർഷമായിട്ട് ഫുൾ അമേരിക്കൻ സ്പെക്ക് വണ്ടികളാണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, അമേരിക്കൻ വണ്ടികൾക്ക് GCC സ്പെക്കിനെ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ ഫീച്ചേഴ്സ് കൂടുതലാണ്, ബോഡി വെയിറ്റ് കൂടുതലാണ്, എയർ ബാഗുകൾ കൂടുതലാണ്, അങ്ങനെ ഒരുപാട് അഡ്വാൻറ്റേജസ് ഉണ്ട് കേട്ടോ. ഓക്കെ, അപ്പോൾ പിന്നെ പലരും പറയുന്ന അവിടുത്തെ ക്ലൈമറ്റിൻ്റെ ഇവിടുത്തെ ക്ലൈമറ്റിൻ്റെ AC ഇത് പ്രശ്നം, റേഡിയേറ്റർ ഇഷ്യൂ, അതൊക്കെ ചുമ്മാ പറയുന്ന നല്ല. അതിപ്പോൾ ഏത് വണ്ടി ആയിക്കോട്ടെ, അതിപ്പോൾ അമേരിക്കൻ വണ്ടി ആയിക്കോട്ടെ GCC വണ്ടി ആയിക്കോട്ടെ, വണ്ടി മര്യാദക്ക് അത്യാവശ്യം ടൈമിന് സർവീസ് ചെയ്തിട്ട് നന്നായിട്ട് യൂസ് ചെയ്യണമെങ്കിൽ ഉണ്ടല്ലോ ഒരു പ്രശ്നമില്ല. ഓക്കെ, നമ്മളെങ്ങനെ വണ്ടി യൂസ് ചെയ്യുന്നു, കൈകാര്യം ചെയ്യുന്നു, അതിൻ്റെ സർവീസും കാര്യങ്ങളും എത്ര ഉഷാറാക്കി അതിനനുസരിച്ചിട്ടായിരിക്കും വണ്ടിയുടെ ഇതും കാര്യങ്ങളൊക്കെ. ഓക്കെ, പിന്നെ ഈ പറഞ്ഞ പോലെ അപ്പോൾ ഞാൻ ഇനി കുറച്ച് എൻ്റെ വീഡിയോസ് മെയിനായിട്ട് ഈ കാറുകളുടെ സംഭവം കാര്യങ്ങളായിരിക്കും. ബാക്ക് ടു ഓപ്ഷൻസ് ഇനി, കാരണം ഇപ്പോൾ ഒരു ടൈം എന്ന് വെച്ചാൽ ചൂടാണ്, ഇവിടെ നല്ല ചൂടാണ്. അപ്പോൾ കുറച്ച് റേറ്റും കാര്യങ്ങളൊക്കെ കുറച്ച് കിട്ടുന്ന ടൈമാണ്. അപ്പോൾ വണ്ടി എടുക്കാൻ ഉദ്ദേശിക്കുന്നവർക്കൊക്കെ ബെസ്റ്റ് ടൈമാണ്. കാരണം ഓപ്ഷനിൽ ഈ ചൂട് കാരണം കൂടുതൽ ആളുകളൊന്നും വരില്ല. അപ്പോൾ അത്യാവശ്യം കുറച്ച് നല്ല റേറ്റ് തന്നെ വണ്ടി കിട്ടാൻ ചാൻസ് കൂടുതലാണ്. ഓക്കെ, അപ്പോൾ ഞാൻ കുറച്ച് വണ്ടികളും കാര്യങ്ങളും കാണിച്ചു തരാം വരും വീഡിയോസിൽ. അത് മാത്രമല്ല എങ്ങനത്തെ വണ്ടിയാണ് എടുക്കേണ്ടത്, ഒരു വണ്ടി എടുക്കുമ്പോൾ എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത്, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഓക്കെ, പിന്നെ അതിൻ്റെ മാത്രമല്ല വണ്ടി ഇവിടുന്ന് എടുത്തു കഴിഞ്ഞാൽ എങ്ങനെയാണ് ഓപ്ഷന് വണ്ടി വിളിക്കുന്നത്, ഓക്കെ, എങ്ങനെയാണ് ഗ്രീൻ ലൈറ്റ്, റെഡ് ലൈറ്റ്, എന്തൊക്കെയാണ് ഇതിൻ്റെ കാര്യങ്ങൾ,
പിന്നെ അതുപോലെ തന്നെ ഡോക്യുമെൻറ്റേഷന് എല്ലാ കാര്യങ്ങളും A to Z കാര്യങ്ങളും ഞാൻ നിങ്ങൾക്ക് ഇതിലൂടെ പറഞ്ഞു തരും. അപ്പം വണ്ടികളുടെ ലോകം, പ്രീമിയം വണ്ടി, എല്ലാ വണ്ടികളെ കുറിച്ച് നിങ്ങൾക്ക് അറിയാനോ അല്ലെങ്കിൽ അതിൻ്റെ ഡീറ്റെയിൽസ് കിട്ടാനോ എൻ്റെ ഈ ചാനൽ ഒന്ന് ഫോളോ ചെയ്തോളൂ. നിങ്ങൾക്ക് നഷ്ടമാകില്ല, അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ മടുപ്പിക്കില്ല, ബോറടിക്കില്ല. ഇപ്പോൾ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ. ഓൾറൈറ്റ് ഗൈസ്, താങ്ക് യു.